ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് അസാധ്യമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു. ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ, രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേക കാര്യങ്ങൾ നിങ്ങളിൽ കർത്താവ് ഇന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുത്ത ചില വ്യക്തികൾക്കും വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നു. വലിയ സമാധാനത്തിന് ഈ പ്രാർത്ഥന ഇടയായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ വരെ കർത്താവ് നടത്തിയ കാര്യങ്ങൾ അനേകമുണ്ട്. ഇത് ഓർത്ത് ഇന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്ന് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ സാധിക്കാതെ പോയി. അതും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ആയിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ ഇന്നത്തെ അനുഭവങ്ങളെയും ഇന്നത്തെ സന്തോഷങ്ങളെയും ഇന്നത്തെ പരാജയങ്ങളെയും നിരാശകളെയും കർത്താവിന് സമർപ്പിക്കാം. ഒരുപക്ഷെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായ ജീവിതം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുണ്ടാകാം. നിങ്ങളെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കാനായിട്ട്, നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹസിച്ച്, നിങ്ങളുടെ ഓരോ ഉയർച്ചയും ഒരു തിന്മയായി മറ്റുള്ളവർ പരിഗണിക്കപ്പെടാൻ അവരുടെ പരിഹാസ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും. ജീവിതത്തിൽ നിങ്ങളെ എവിടെ പോയാലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന നിങ്ങളുടെ അധികാരികളുടെ അടുത്ത്, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ അടുത്ത് നിങ്ങളറിയാതെ നിങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു തകർച്ച സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ അത് നിങ്ങളുടെ തന്നെ കൂടപ്പിറപ്പുകളാകാം, അയൽവാസികളാകാം, നിങ്ങളുടെ സഹപ്രവർത്തകരാകാം. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുത്ത് നിങ്ങൾക്ക് ദ്രോഹം വരുത്താനും, എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ ഒത്തിരി സുഹൃത്തുക്കളെ പോലെ, സ്നേഹിതരെ പോലെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്കെതിരെയുള്ള, ദൈവഭക്തന് എതിരെയുള്ള ദുഷ്ടന്റെ പ്രവൃത്തികൾ തകർക്കപ്പെടാൻ പോകുന്നു. ദൈവം ദുഷ്ടനെ എന്നേക്കുമായി തകർത്ത് കളയുന്ന സമയം വരുന്നു. ദുഷ്ടന്റെ പ്രവൃത്തികളെ കർത്താവ് തകർത്തെറിയും. എന്നാൽ ദൈവമക്കൾക്കുള്ള അവകാശം, ദൈവമക്കളുടെ നീതി, അവകാശം, ഇതെല്ലാം ദൈവം പുനഃസ്ഥാപിക്കും. ഇന്ന് നാം ആയിരിക്കുന്നത് പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നീതിമാനായ കർത്താവിൻ്റെ സന്നിധിയിലാണ്. നീതി ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അതിനാൽ നീതിമാനെ അവിടുന്ന് ഒരിക്കലും നശിപ്പിക്കുകയില്ല. നീതിമാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അവന് പ്രതിഫലമുണ്ട്. നീതിമാൻ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങൾക്കും കർത്താവ് സ്വർഗത്തിൽ വലിയ പ്രതിഫലമാണ്. അത് ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കും. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് ഈ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ സഹനങ്ങൾക്ക് വലിയ പ്രതിഫലം കർത്താവ് നൽകും. ഇന്ന് കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ പരാതികളെ, നമ്മുടെ പരിഭവങ്ങളെ, വേദനയെ എല്ലാം കേൾക്കാനായി കർത്താവ് ഇന്ന് നമ്മെ ശ്രദ്ധിക്കുന്നു, നമ്മെ കേൾക്കുന്നു. അതിനാൽ വിശ്വാസമുള്ള ഹൃദയത്തോടെ നമുക്കിന്ന് നമ്മുടെ ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഈ രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രാവും പകലും ദുഷ്ടതയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എതിരെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 52:1 മുതലുള്ള വാക്യങ്ങൾ.
ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും. നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും. അവനെ പരിഹസിച്ച് അവർ പറയും, ഇതാ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ, സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ, അക്രമത്തിൽ അഭയം തേടിയവൻ. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും ഞങ്ങളെ പിന്തുടർന്ന് ഈ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും ഞങ്ങളെ സുഖപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം വലിയ കാര്യങ്ങളാണ് നീ ഞങ്ങൾക്ക് ചെയ്തു തന്നത്. വലിയ കാര്യങ്ങൾ ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചു തന്നു. ഇന്ന് ഞങ്ങളുടെ ബുദ്ധിക്ക് നീ പുതിയ ആശയങ്ങൾ നൽകി. പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. സ്വന്തമായി ഇന്ന് ചില കാര്യങ്ങൾ ഇതുവരെ ചെയ്യാതിരുന്നത് ചെയ്യാൻ സാധിച്ചു. ചില നല്ല ചിന്തകൾ, ബോധ്യങ്ങൾ ഇന്ന് ഞങ്ങൾക്കുണ്ടായി. ഇതിനെയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ സഹായം കൂടാതെ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവായ ദൈവമേ, ഇന്ന് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു. എന്നാൽ അത് ഞങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കാൻ അവിടുത്തെ പദ്ധതി പ്രകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നന്മ ഞങ്ങൾക്ക് വരുന്നതിന് നീ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ ഈ പരാജയത്തെ കാണുന്നു. അതിനാൽ ഞങ്ങൾ ഈ രാത്രിയിൽ നിരാശപ്പെടാതെ കൂടുതൽ പഠിക്കാനും കൂടുതൽ അധ്വാനിക്കുവാനും ഞങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തുവാൻ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു, എന്താണ് ഇന്ന് എനിക്ക് സംഭവിച്ചത്, ആരുടെയെങ്കിലും തെറ്റായ ഉപദേശമാണോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണോ, ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ സമയത്തെ, കഴിവുകളെ ലാഘവത്തോടെ കണ്ടതുകൊണ്ടാണോ, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇന്ന് എനിക്ക് ഉയരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വിലയിരുത്തുക. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ, പരാജയങ്ങളെ വിലയിരുത്തുമ്പോൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ എങ്ങനെയാണ് ഇനി ഉയരേണ്ടത്, എന്ത് ചിന്തയാണ് ഞങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നെല്ലാം പുതിയ ആശയങ്ങൾ നൽകി ഇന്ന് ഈ രാത്രിയിൽ ചിന്തിക്കാനുള്ള അവസരം നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഇന്ന് ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളുടെ കാരണം കണ്ടുപിടിച്ച് അത് തിരുത്താൻ ഒരു മനസ്സ് നൽകി, അത് തിരുത്താനുള്ള പഠനം നൽകി, ആശയങ്ങൾ നൽകി, പുതിയ ബോധ്യങ്ങൾ നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ കർത്താവേ, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ നിന്നുള്ള ആ അനുഭവമായിരിക്കട്ടെ ഞങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നത്. കർത്താവേ, ഇന്നോളം ഞങ്ങളുടെ ചിന്തകളിലുള്ള, ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ തകർക്കാനുള്ള ശത്രുവിൻ്റെ പദ്ധതികളും വിഭാവനകളുമാണ് ഞങ്ങളുടെ ചിന്തയെ
ദിവസത്തിൽ പിന്നോട്ട് മാറ്റുന്നത്. കർത്താവേ, നീ ഞങ്ങൾക്കൊത്തിരി വാഗ്ദാനങ്ങൾ, നീ ഞങ്ങൾക്ക് പുതുജീവൻ നൽകി ഓരോ നിമിഷവും ഞങ്ങൾക്ക് പുതിയ അനുഗ്രഹങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ഞങ്ങൾക്കെതിരെ ശത്രു പറഞ്ഞ വാക്കുകൾ, ഞങ്ങളെ തകർക്കാൻ അവർ ചെയ്ത ഉപായങ്ങൾ, ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താൻ അവർ എന്തൊക്കെ ചെയ്തു അതെല്ലാമാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു ചെയ്ത ആ കാര്യങ്ങളാണ് കർത്താവെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനാൽ ഈ രാത്രിയിൽ അത്തരം സകല ചിന്തകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് എന്ന ബോധ്യത്തിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ കർത്താവെ, ഞങ്ങൾക്കെതിരെ ദുഷ്ടത പറഞ്ഞു വരുത്തുന്നവർക്ക്, ദുഷ്ടരായ ജനങ്ങൾക്കുള്ള പ്രതിഫലം ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. എന്നാൽ നിന്നിൽ ആശ്രയിക്കുന്ന നീതിമാന്മാരായ മക്കൾക്ക്, അവിടുത്തെ ശക്തിയിൽ ശരണം വയ്ക്കുന്നവർക്ക് സമ്പൽ സമൃദ്ധിയിൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തും എന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഒരു അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഈ ഒരു അനുഭവത്തെ ഓർത്ത് നന്ദി പറയുന്നു. അനേകർ ജീവിത ക്ലേശങ്ങളാൽ നെട്ടോട്ടമോടുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, നിരാശകൾ ഉണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, അങ്ങയിൽ നിന്ന് ഓടിയകലുന്ന നിരാശയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നിരാശയിൽ ജീവിക്കുമ്പോൾ, അശ്ലീലങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ, കർത്താവേ, ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഞങ്ങളെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നീ ഒരുമിച്ച് കൂട്ടി നിന്നിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് അറിയിച്ചു തരുന്നതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്നാൽ നിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അനേകം അത്ഭുതങ്ങൾ നടത്തിയ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അനേകം രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വഴി നടത്തിയ കർത്താവിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അതിനാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ്, പാപികളായ മനുഷ്യരെ തേടി വന്ന ആ സ്നേഹനിധിയായ കർത്താവിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അതിനാൽ കർത്താവെ, ഇന്ന് നിന്റെ അനന്തമായ സ്നേഹം നുകരാൻ, അനുഭവിക്കാൻ, അതിൽ ആനന്ദിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ കർത്താവെ, ഞങ്ങളുടെ പ്രശ്നത്തിന് നിന്നിൽ പരിഹാരം ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ രോഗത്തിന് നിന്നിൽ രോഗശാന്തി ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ തകർച്ചകൾക്ക് നിന്നിൽ ഞങ്ങൾ ഉയർച്ച കാണുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഓരോ നിമിഷവും തകരാതെ നീ ഞങ്ങളെ വഴി നടത്തി. എന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകം കാര്യങ്ങൾ കർത്താവെ നീ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ചിലത് ഞങ്ങൾ അറിയാതെ ആത്മീയമായ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ചിലത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. ഏത് തന്നെയാണെങ്കിലും കർത്താവെ, ഇത് നീ തന്നെയാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നീ ചെയ്യുന്ന വൻ കാര്യങ്ങളെ ഞങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നീ ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കും എന്ന് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവിൻ്റെ നാമം സർവ്വഭൂമിയിലും മഹത്വപ്പെടുത്താൻ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളെ ഞാൻ ഉപയോഗിക്കും എന്ന് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, ഇനിയും നിന്നെ അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ അറിയുന്നതിനു വേണ്ടി ഇന്ന് നിന്റെ സ്നേഹം ലോകത്തുള്ള ഓരോ വ്യക്തികളിന്മേലും പതിപ്പിക്കണമേ. കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ എല്ലാ പാപികളെയും ചുറ്റി വളയുന്നല്ലോ. കർത്താവേ, ഇന്ന്
പാപിയായ എൻ്റെ മേൽ നിന്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ വെക്കണമേ. എന്നെ വാരി ആശ്ലേഷിക്കണമേ. കർത്താവേ, നിന്റെ അനന്തമായ സ്നേഹം ഞാൻ അനുഭവിച്ചാൽ ഇനി ഒരിക്കലും ഞാൻ പാപത്തിന് അടിമയാവുകയില്ല, അശ്ലീലങ്ങൾക്ക് അടിമയാവുകയില്ല, മയക്കുമരുന്നിനോ മദ്യലഹരിക്കോ ഞാൻ അടിമയാവുകയില്ല, തെറ്റായ കൂട്ടുകെട്ടുകൾക്ക് ഞാൻ അടിമയാവുകയില്ല. ഇന്ന് എൻ്റെ ഈ അടിമത്വം കർത്താവെ, അതിന് കാരണം നിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞിട്ടില്ല. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എന്നരുളി ചെയ്ത ഈശോനാഥ, നിന്നെ രുചിച്ചറിയാൻ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഉറങ്ങാൻ മുൻപ് നിന്റെ സന്നിധിയിൽ നീ ചെയ്ത സകല നന്മകളെയും ഓർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ഇടപെട്ടു, വൻ കാര്യങ്ങൾ ചെയ്തു. ചില കാര്യങ്ങൾക്ക് കാലതാമസം വരുത്തി. അത് കൂടുതൽ നന്മ ഞങ്ങളിലേക്ക് വരണം എന്ന് നീ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എന്തെന്നാൽ കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. നീ പ്രവർത്തിക്കുന്നിടം വരെ ഞങ്ങൾ കാത്തിരിക്കും. എന്തെന്നാൽ നീയാണ് ഞങ്ങളുടെ അപ്പനെയോ അമ്മയെക്കാളോ കൂടുതലും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവ് നീ തന്നെയാണ്. ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ പൊതിയണമേ. കർത്താവേ, നീ അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. എൻ്റെ നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള എൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ്. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും അനുഭവിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക്, സഹപ്രവർത്തകർക്ക്, അയൽവാസികൾക്ക് എല്ലാം ഈ സ്നേഹം ഞങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കും. ഞങ്ങളോട് ഇടപഴകുന്നവരോട്, ഞങ്ങളോട് തിന്മ ആക്രോശിക്കുന്നവരോട്, ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുന്നവരോട്, ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട്, ഞങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് കർത്താവെ, പകരം വീട്ടാതെ സ്നേഹത്തിൽ അവരെ നോക്കുന്നതിന്, അവരെ കാണുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ നീ ഞങ്ങളോട് അരുളി ചെയ്തു, ദുഷ്ടനെ എതിർക്കരുത്, ദുഷ്ടനെ എതിർക്കരുത് എന്ന് അരുളി ചെയ്ത ഈശോനാഥ, മാനുഷികമായി ഞങ്ങൾക്കിതിന് സാധ്യമല്ല. ദുഷ്ടനോട് എങ്ങനെ പകരം വീട്ടണം, എങ്ങനെ പ്രതികാരം ചെയ്യണം എന്നാണ് മാനുഷികമായ ഞങ്ങളുടെ ചിന്തകൾ. എന്നാൽ ഇത് ദൈവികമാണ്. ദുഷ്ടനെ എതിർക്കരുത് എന്ന ഈ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് ദൈവികമാണ്. സ്വർഗത്തിൽ ഇതിന് വലിയ പ്രതിഫലമുണ്ടാകും. എന്നാൽ കർത്താവെ, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് എങ്ങനെ ഞങ്ങൾക്ക് എതിർക്കാതിരിക്കാൻ സാധിക്കും? അതിനാൽ ഈ രാത്രിയിൽ നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. മകനെ, മകളെ, നിനക്ക് എൻ്റെ കൃപ മതി. ഈ കൃപയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ നൽകി ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് സ്നേഹത്തോടെ കാണുവാൻ, ഞങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ മനസ്സ്, ഹൃദയം വിശാലമാക്കണമേ. നിന്റെ ഹൃദയം വിശാലമായതുപോലെ ഞങ്ങളുടെ ഹൃദയവും വിശാലമാക്കണമേ. നിന്റെ മനസ്സിൽ ആഴമേറിയ ബോധ്യങ്ങൾ ഉള്ളതുപോലെ ഞങ്ങളുടെ മനസ്സിനും ആഴമേറിയ ബോധ്യങ്ങളെ നൽകണമേ. ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമില്ലാതെ ജീവിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ അകറ്റി നിർത്തി, തിന്മയെ, ലോകത്തിൻ്റെ സകല വ്യഗ്രതകളെയും അകറ്റി നിർത്തി, ദൈവികമായ ചിന്തകളാലും വാക്കുകളാലും പ്രവർത്തനങ്ങളാലും നിന്നെ പ്രീതിപ്പെടുത്തി ജീവിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് ആവസിപ്പിക്കണമേ. എന്തെന്നാൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ നിന്റെ വചനങ്ങൾ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കർത്താവേ, മനുഷ്യന് അസാധ്യമായ
അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ഈ രാത്രിയിൽ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ദൈവമേ, നീതിമാനായ കർത്താവായ ദൈവമേ, നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്ന് നീ അരുളി ചെയ്തിരിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്നെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ ഇന്ന് ഈ രാത്രിയിൽ നീതിമാന്മാർക്കുള്ള പ്രതിഫലം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനയിലൂടെ നീതിമാന്മാർക്ക് നീ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ, അനുഗ്രഹങ്ങൾ, ഐശ്വര്യം, സമ്പത്ത്, ആരോഗ്യം, സമാധാനം ഇവയെല്ലാം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ ഞങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ, ആരോടും പറയാത്ത അവരുടെ ദുഃഖത്തെ, അവരുടെ ഭയത്തെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. നാളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള അവരുടെ വിഷമങ്ങൾ, വേദനകൾ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ നയിക്കണമേ. ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധമായ പരിപാവനമായ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ കൃപയും കാരുണ്യവും സ്നേഹവും സമാധാനവും സൗഖ്യവും രക്ഷയും നൽകി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതം നിന്റെ പ്രവർത്തനങ്ങൾ കണ്ട്, നിന്റെ കാരുണ്യം അനുഭവിച്ച്, നിന്റെ സ്നേഹത്തിൽ എഴുന്നേൽക്കുവാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. ആയുസ്സും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഈ രാത്രിയിൽ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അടുക്കൽ വന്ന സകല രോഗികളും സൗഖ്യപ്പെട്ട് തിരികെ പോയി. അതിനാൽ ഇന്ന് തല മുതൽ പാദം വരെയുള്ള രോഗാവസ്ഥയിൽ കഴിയുന്ന, ചെറുതും വലുതുമായ രോഗാവസ്ഥയിൽ കഴിയുന്ന ഓരോരുത്തരുടെയും മേൽ ഇപ്പോൾ നിന്റെ ശക്തി ആവസിപ്പിക്കണമേ. പരിപൂർണ സൗഖ്യം നൽകി ഇപ്പോൾ നീ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഒത്തിരി ദുഃഖത്തിൽ കഴിയുന്ന ചില മക്കൾ നിന്റെ സന്നദ്ധിയിലുണ്ട്. ഈ പ്രാർത്ഥനയിലൂടെ അവരുടെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ നിന്ന് ആ ദുഃഖം എടുത്തു മാറ്റി നിന്റെ ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ രോഗം സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ആശങ്കകളെ മാറ്റി, ഭയം മാറ്റി, വിശ്വാസവും ധൈര്യവും നൽകിയ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഒരു നിമിഷം കർത്താവ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും നീതിമാനുള്ള പ്രതിഫലം നമുക്ക് ഈ രാത്രിയിൽ കർത്താവ് നൽകുന്നതിനെ ഓർത്ത് ഒരു നിമിഷം അവിടുത്തെ മഹത്വത്തെ നമുക്ക് പ്രകീർത്തിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം മഹത്വപൂർണനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവീകമായ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങൾ സന്തോഷിക്കുവിൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ. ഇതാണ് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദുഃഖവും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനകൾ വിട്ടുപോകട്ടെ. ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവിൻ്റെ സൗഖ്യം തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളിലേക്കും, ഓരോ ശരീരഭാഗത്തേക്കും, നിങ്ങളുടെ ചർമ്മത്തിലേക്കും, നിങ്ങളുടെ എല്ലുകളിലേക്ക്, മജ്ജകളിലേക്ക്, ഇന്ദ്രിയങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകുന്ന സമയമാണിത്. അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് അസാധ്യമെന്ന്, വൈദ്യ ചികിത്സ ഇല്ല
എന്ന് നിങ്ങളോട് പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. നിങ്ങളെ ഭയപ്പെടുത്താൻ ആരും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ മകളെ, നിനക്ക് എന്നിൽ സൗഖ്യമുണ്ട്. ഈ രാത്രിയിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തും. നീ വിശ്വസിക്കുന്നുവോ? ഏറ്റുപറയുക, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല രോഗികൾക്കും കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു, സുഖപ്പെടുത്തുന്നു. നിനക്ക് സൗഖ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ, അവിടുത്തെ ശക്തമായ കരത്താൽ നിന്റെ രോഗം പൂർണ്ണമായി സുഖപ്രാപിക്കട്ടെ. നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട്. നിന്റെ രോഗത്തിന് കർത്താവിൽ സൗഖ്യമുണ്ട്. ഇത് നീ വിശ്വസിക്കുക, അത് നീ ഏറ്റുപറയുക. എൻ്റെ രോഗത്തിന് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ സൗഖ്യം കാണുന്നു. ഞാൻ ആ സൗഖ്യം സ്വീകരിക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ സൗഖ്യം സ്വീകരിക്കുന്നു. നിന്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നീ കർത്താവിനെ കാണുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുന്നു. നീ അത് സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട്. നിന്റെ സഹനങ്ങൾക്ക്, നിന്റെ അധ്വാന ഫലത്തിൽ കർത്താവ് പ്രതിഫലം നൽകിയിരിക്കും. ഹല്ലേലൂയ. ഇനി കാലതാമസമില്ല. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് ഇപ്പോൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവർ നിറയട്ടെ, ഇവർ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ ഒത്തിരി 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 ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ മുഴുവൻ നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പാപങ്ങൾ പൊറുക്കുന്നവനെ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ഞങ്ങൾക്കെതിരെ പാപം ചെയ്തവരോട് ഞങ്ങൾക്കും ക്ഷമ നൽകുവാൻ, അവർ ചോദിക്കാതെ തന്നെ അവരോട് ക്ഷമിക്കുവാൻ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. എന്നാൽ ദൈവം നിന്നോട് ക്ഷമിക്കുന്നത് പോലെ നീയും മറ്റുള്ളവരോട് ക്ഷമിക്കുക. നിന്നെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിന്നെ ശപിക്കുന്നവരെയും അനുഗ്രഹിക്കുക. നിനക്ക് തിന്മ ചെയ്യുന്നവർക്ക് നീ നന്മ ചെയ്യുക. നിന്നെ വെറുക്കുന്നവരെ നീ സ്നേഹിക്കുക. ദുഷ്ടനെ എതിർക്കരുത് എന്ന ദൈവവചനം ഈ രാത്രിയിൽ നമുക്ക് സൗഖ്യം തരട്ടെ. നമ്മുടെ ആന്തരിക മുറിവുകളിൽ നിന്ന് നമുക്ക് സൗഖ്യം തരട്ടെ. നമ്മെ തകർക്കാൻ ശ്രമിച്ച ഓരോ വ്യക്തികൾക്കും, നമ്മുടെ നാശം കാണാൻ ആഗ്രഹിച്ച ഓരോ വ്യക്തികൾക്കും ഈ രാത്രിയിൽ നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ അവർക്ക് നന്മ ആഗ്രഹിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ ഇന്ന് നിങ്ങളെ തകർത്തവരോട്, നിങ്ങളെ ഉപദ്രവിച്ചവരോട്, നിങ്ങളുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തിയവരോട്, ചതിപ്രയോഗത്തിലൂടെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച എല്ലാവരോടും ഈ രാത്രിയിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പേരറിയാമെങ്കിൽ പേര് പറഞ്ഞ് അവരോട് ഞാൻ ക്ഷമിക്കുന്നു, യേശു നാമത്തിൽ മകനെ മകളെ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ പൊയ്ക്കൊള്ളുക, ഞാൻ നിന്നെ എതിർക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക എന്നനുഗ്രഹിച്ച് അവരെ പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വലിയ അത്ഭുതം നീ കണ്ടിരിക്കും. നിന്റെ ജീവിതം മഹത്വപ്പെടാൻ പോകുന്നു. മഹത്വപൂർണനായ ദൈവം അവിടുത്തെ മഹത്വത്തിൽ നിന്നെ ഉയർത്തിയിരിക്കും. നീ വിശ്വസിക്കുന്നുവോ എങ്കിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക. ദുഷ്ടർ അനേകരുണ്ട്, എന്നാൽ നീതിമാൻ ഒരുവൻ മാത്രം, അത് ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് നീതിമാനായ ദൈവം. അതിനാൽ ആ നീതിമാനായ ദൈവം നിന്നോട് പറയുന്നു, മകനെ മകളെ, ദുഷ്ടരെ നീ എതിർക്കരുത്. നീ ദുഷ്ടരെ എതിർത്താൽ നീ ചെയ്യുന്നതും ദുഷ്ടതയായിരിക്കും. അതിനാൽ തന്നെ നീ എല്ലാവരെയും സ്നേഹിക്കുക. നിന്റെ സ്വർഗസ്ഥനായ പിതാവ്
നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഈ രാത്രിയിൽ അതിനുള്ള കൃപ കർത്താവ് നൽകട്ടെ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതം വലിയ നന്മകളോടെ നിന്നിലേക്ക് വരുന്നതിന് ആയുസ്സും ആരോഗ്യവും നൽകി നീ ആ പ്രഭാതത്തെ, ആ ദിവസത്തെ സ്വീകരിക്കുന്നതിനുള്ള ശക്തിയും കൃപയും നൽകി, യോഗ്യത നൽകി അവിടുന്ന് നിന്നെ വിളിച്ചുണർത്തട്ടെ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര അവിടുന്ന് നൽകട്ടെ. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ദൈവീക സംരക്ഷണം ഉണ്ടാകട്ടെ. അവർക്കും അവരുടെ വാഹനങ്ങൾക്കും കർത്താവ് സംരക്ഷണം നൽകട്ടെ. ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും അവിടുന്ന് നിന്നെ മോചിപ്പിക്കുന്നു. സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയവേദന എടുത്തു മാറ്റി അവിടുത്തെ സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് നിന്നെ നിറയ്ക്കുന്നു. സുഖമായ നിദ്ര നൽകി ഈ പ്രാർത്ഥനയുടെ സകല അനുഗ്രഹങ്ങളും നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും നൽകി അവിടുന്ന് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കുന്നു. നാളത്തെ പ്രഭാതം കാണാൻ അവിടുന്ന് നിനക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഒരു നല്ല ദിവസം നൽകി നാളെ നിന്നെ അവിടുന്ന് ഒത്തിരി അനുഗ്രഹിക്കാൻ പോകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന സാധിക്കുന്നവരെല്ലാം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആമേൻ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.